ഹലോ. അപ്പോൾ നമുക്ക് ഒരു പാർസൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഡെലിവറി ഉണ്ട്. ഇത് നമ്മുടെ വണ്ടിയാണ് കേട്ടോ കാണുന്നത്. ഇതാ അതിൻ്റെ ഇപ്പുറത്ത് വേറൊരു വലിയൊരു വണ്ടി. അതിന്ന് നമ്മൾക്കുള്ള സംഭവം ഇറക്കണുണ്ട് കേട്ടോ. നമ്മുടെ മോനും കൂടിയിട്ടുണ്ട് ഇറക്കാനൊക്കെ. അപ്പോൾ അവരിതാ ഇവിടെ ഹാളിൽ കൊടുന്ന് വെച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യാൻ ആരെങ്കിലും വരുമോയെന്ന് ചോദിച്ചപ്പോൾ ഫിറ്റ് ചെയ്യാൻ നമ്മൾ ഓർഡർ ചെയ്തതിൽ പറഞ്ഞാലാണ് അവർ വരുള്ളൂ. പക്ഷെ നമ്മൾ ഓർഡർ ചെയ്തതിൽ അതൊന്നും നോക്കിയിട്ടില്ല. ഫിറ്റ് ചെയ്യാൻ വരില്ല കേട്ടോ. അപ്പോൾ നമ്മൾ തന്നെ ചെയ്യണത്. അപ്പോൾ അത് ഇന്നലെ അതൊന്നും ചെയ്തില്ല. ഇനി രാവിലെ നമുക്കിതൊന്ന് അൺബോക്സിങ് ചെയ്യാം. അപ്പോൾ വളരെ ഉപകാരപ്പെട്ട സാധനമാണെന്നൊക്കെയാണ് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സംഭവം കാണുമ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടെന്നുള്ള തോന്നലൊക്കെ ഉണ്ട് കാണുമ്പോൾ. അപ്പോൾ ഇത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പേരെന്ന് വെച്ചാൽ ഇങ്ക് ബെഡ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടോ. അപ്പോൾ അതിൽ നെട്ടും ബോൾട്ടും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഒരു പാക്ക് ചെയ്തിട്ട് അതിൽ വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. പിന്നെ ഇതാ ബില്ലും കൂടെ ഉണ്ട്. ബില്ല് ഇതുണ്ടല്ലേ, ഇതിൽ ക്ലിയർ ഉണ്ടോയെന്ന് അറിയില്ല. ബില്ലൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അത് രണ്ടും അവിടെ ഇരിക്കട്ടെ. ഇനി ഇതിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കണ്ടേ. അപ്പോൾ ഇതാണ് കേട്ടോ സാധനം. നല്ല വീതി നീളം എല്ലാം ഉണ്ട്. ഞാനൊക്കെ കിടന്നിട്ടും ഞാൻ വെറുതെ ഒന്ന് കിടന്ന് നോക്കിട്ടോ ഫിറ്റ് ചെയ്ത ശേഷം. അപ്പോൾ ഞാൻ കിടന്നിട്ടും പിന്നെയും കുറച്ചും കൂടെ നീളം കൂടുതലുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം എല്ലാ സാധനം. പിന്നെ ഇത് ഫിറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുമോ എന്നുള്ളത് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഞാൻ ഏകദേശം എല്ലാ സാധനങ്ങളൊക്കെ ഒന്നിങ്ങനെ പണിത് നോക്കുന്നതാണ്. അപ്പോൾ അത് ചെയ്യാമെന്ന് ഞാൻ തന്നെ തീരുമാനിച്ച് ഞാൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിന് ടൈറ്റാക്കി കൊടുക്കാൻ ഇനി സ്പാനറൊക്കെ എന്ത് ചെയ്യും, ഇപ്പം എൻ്റെ അടുത്ത് ഉണ്ടോ നോക്കുന്നൊക്കെ വണ്ടി ഇരുന്നപ്പോഴേക്കും നമ്മൾ തുറന്നപ്പോൾ അതിൽ തന്നെ സ്പാനറൊക്കെ കിട്ടി കേട്ടോ. അത് ഭയങ്കര ഒരു കാര്യമായി. പിന്നെ ഹോള് കണ്ടോ, ഹോളിൽ നെറ്റ് മുറുക്കണതിൻ്റെ ഉള്ളിലൊരു ഇതുണ്ട്. ഞാൻ സാധാ ഹോള് കണ്ടോ, ഇതുപോലത്തെ സാധാ ഹോള് ഉണ്ടാവുകയെന്ന് വിചാരിച്ചത്. അല്ല, ഇതാ ഇങ്ങനെ ഒരു സംഭവം ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ഒരു നല്ലൊരു സ്ട്രോങ് ആയിട്ടിരിക്കും. അപ്പോൾ നമ്മൾ തന്നെ ഇതിനെ ഇമാതിരി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ പറഞ്ഞാൽ വീഡിയോ എടുക്കാനും ഇത് ഫിറ്റ് ചെയ്യാനും കൂടെ നമുക്ക് പറ്റില്ല. അപ്പോൾ റിയാക്ക് ഞാൻ പുറത്ത് വേറൊരു പണി കൊടുത്തിട്ടായിരുന്നു. ഇല്ലാതെ ഇപ്പോൾ റിയതിൽ വന്നിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ ലാസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റിയാനെ വിളിച്ചതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ, ഈ ഒരു സർവീസിൽ നിന്നാണ് നമ്മൾ എൻജിനീയറിങ് സർവീസിലെ ഇതിന്നാണ് നമ്മളിത് ഓർഡർ ചെയ്തിരിക്കണേ. ഇതിന് പ്രൈസ് വന്നത് എന്ന് വെച്ചാൽ 11 രൂപ, 11,000 സംതിങ് ഉണ്ട്, 11,000 സംതിങ് ഉണ്ട് കേട്ടോ. 12ൻ്റെ അടുത്തുണ്ട്. നമ്മളിത് വാങ്ങിയത് ബജാജ് EMI ആയിട്ടാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ കുഴപ്പമില്ലാന്ന്, അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്, കുഴപ്പമില്ലാന്ന് തോന്നി. നമ്മൾ ഒരു രണ്ട് റൂമാണല്ലോ. ഒരു റൂമിൽ ഞാനും ഈ കാക്കയോടെ ഉണ്ടാവും. അപ്പോൾ ഒരു റൂമിൽ ഒരു കട്ടിലുണ്ട്, 2 റൂമിൽ ഓരോ കട്ടിലുണ്ട്. പക്ഷേ ഒരു കട്ടിലിൽ ഇപ്പോൾ കുട്ടികളാവുമ്പോൾ ഇവർ 3 ആളും കൂടെ കിടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് 2 ആളും കൂടെ കിടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിനൊന്നും പറ്റാതായി, വലിയ ആൾക്കാരായില്ലേ. ഇപ്പോൾ മോനതിൽ കിടന്ന നമ്മുടെ മോള് പിന്നെ നിലത്ത് കിടക്കുക. അപ്പോൾ അതിനൊക്കെ കൂടെ വാങ്ങിയതാണ് കേട്ടോ. ഇനി ഇതിൽ നമുക്ക് എന്ത് ചെയ്യണം അറിയോ, ഫ്ലൈവുഡിൻ്റെ ഒരുപാട് കനല്ലാത്ത ഒരു 2 ഫ്ലൈവുഡിൻ്റെ ഇത് വാങ്ങിയിട്ട് ഇതിൻ്റെ ഇതുപോലെ ഉള്ളൊരു ഫ്ലൈവുഡ് കേട്ടോ. അത് ഇതിൽ വാങ്ങിയിട്ടിട്ട് ഇതിൻ്റെ മേലെ നമുക്ക് നമ്മൾക്ക് നല്ല വിലയുള്ള ബെഡൊന്നും ഇപ്പോൾ 2 വാങ്ങാനൊന്നും പറ്റില്ല. ഈ ചുരുട്ടി വെക്കണ ഒരു ബെഡ് ഉണ്ടല്ലോ, അങ്ങനത്തെ 2 ബെഡ് വാങ്ങിയിട്ട്
ഇതിലിട്ട് കൊടുക്കണം. അപ്പോൾ ഒരു 2 ആൾക്ക് കിടക്കാനുള്ള സൗകര്യമില്ലേ, ഒരാൾ കട്ടുമ്മലും കിടക്കും. അപ്പോൾ നമ്മൾ എന്താണ് വീടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമുക്കൊരു സന്തോഷമായിട്ട് സമാധാനത്തിൽ കിടന്നുറങ്ങാനൊരു സൗകര്യം വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ ആയി ഇങ്ങനെ വിചാരിക്കണം കേട്ടോ. അതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഇതുണ്ടല്ലേ, ഇതൊക്കെ ആ റൂമിൽ ഈ സ്റ്റാൻഡുമ്പോൾ ഉണ്ടായിരുന്ന സാധനങ്ങളാണ് മക്കളെ. അപ്പോൾ നമ്മൾ ഇതൊക്കെ അടുക്കി പെറുക്കി വൃത്തിയാക്കി വെക്കുന്നത് വരെ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഇഷ്ടമായാൽ വാങ്ങണമെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ പോയാൽ അത് വാങ്ങാൻ പറ്റും.